ഹലോ വെൽക്കം ടു ഷൈനാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അരി വെച്ചിട്ടുള്ളൊരു വിഭവമാണ്, സ്പാനിഷ് ഫുഡാണ്. അപ്പം ഞാനിന്ന് അറോസ് റിസോട്ടോ ആണ് ഉണ്ടാക്കാൻ പോണത്. ഇതിന് ഞാൻ ഉണ്ടനരിയാണ് എടുത്തേക്കണത്, റെദോന്തോ എന്ന് പറയും. അപ്പം ഞാനത് 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കണത്. കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കൂണ് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വെളിച്ചെണ്ണ ചൂടായി, വെളുത്തുള്ളി ഇട്ട് സവാള ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. ഉള്ളിയും സവാളയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൂണ് അരിഞ്ഞ് വെച്ചേക്കണം, കൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂണ് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ കഴുകി വെച്ചേക്കണ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ഗ്ലാസ് അരിയാണ് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് എടുത്തേക്കണത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് കഴുകിയ അരി ആയിരിക്കണം, അല്ലെങ്കിൽ ആ പച്ചരിയുടെ, ഇത് പച്ചരിയാണ്, പച്ചരിയുടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ഊറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചിക്കൻ സൂപ്പിൻ്റെ ഒരു ക്യൂബാണ് ഇടണത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല, ഇതിന് നന്നായിട്ട് ഉപ്പുള്ളതാണ്. അപ്പോൾ ഇതൊരെണ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കണത് വൈറ്റ് വൈൻ്റെ 1 ഗ്ലാസ് വൈറ്റ് വൈനാണ് ഉപയോഗിക്കുന്നത്, വീനോ ബ്ലാങ്കോ. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇടാം തീ. അപ്പോൾ അത് 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വേവണ അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ റിസോത്തോൻ്റെ പണി. അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയാം ഇതെങ്ങനെയാണ് ഉപയോഗിച്ചേക്കണേന്നുള്ളത്. 3 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് വൈനുമാണ് ഞാനിതിലേക്ക് ഉപയോഗിച്ചേക്കണത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട കൂണും ഉപയോഗിക്കുക, ഒരു ചിക്കൻ ക്യൂബ് ഉപയോഗിക്കുക, വേറെ ഒന്നും വേണ്ട. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും സവാളയും ഉണ്ടെങ്കിൽ അറോസ് റിസോട്ടോ റെഡി. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇത് കൂണൊക്കെ ഇട്ടേക്കണ കാരണം പിന്നെ വൈൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവും, ഇഷ്ടമില്ലാത്തവർക്ക് വൈൻ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിന് വേറെ കറികളൊന്നും വേണമെന്നില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു ചിക്കൻ ഫില്ലറ്റ്, അതായത് ഇങ്ങനെ കട്ട്ലേറ്റ് പോലെയൊക്കെ ഇരിക്കില്ലേ, അതുപോലെ എന്തെങ്കിലും ഒന്ന് സൈഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.